ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഞാൻ ഒരു സാധാ സ്റ്റൈലില് തുടങ്ങി വരുമായിരുന്നു, പിന്നെയാണ് പെട്ടെന്ന് ഓർമ്മ വന്ന് കിഴി എപ്പിസോഡാണല്ലോ, മത്സരമാണല്ലോ. അപ്പോഴേക്കും ഒരു വൈബ കയറി. അതായത് നിന്റെ ഉള്ളിലെ മൃഗം ഉണർന്നു. തീർച്ചയായിട്ടും മൃഗമാണെന്നല്ല, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് കിഴി ആരെടുക്കുന്നോ അവർ വിജയിക്കും. ടൈൽ ആശ്വാസം. നമ്മൾ ഇടുന്നത് ₹1 നാണയമാണ്. ഇവിടെ നമ്മൾ കാണിക്കുന്നത് ആൾറെഡി നമ്മൾ പിക്സാർട്ടിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നിങ്ങൾക്കിത് ഇന്നതാണ് കിട്ടിയെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്ത് വെക്കുന്ന സാധനമാണ്. അതിൻ്റെ ഹെഡ് കാണിക്കുമ്പോൾ നമ്മുടെ ₹5 ഹെഡും ടെയില് ₹1 ആണല്ലോ. അപ്പോൾ അത് വേറെ കിട്ടാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഫസ്റ്റ് കിഴി രവി കിരൺ കൊല സംവിധാനം ചെയ്യുന്ന സിനിമ, അതായത് വിജയ് ദേവാരകൊണ്ട നായകനാവുന്ന സിനിമയാണ്. അനൗൺസ്മെൻ്റ് എത്തിയിട്ടുണ്ട്. 5 ഭാഷകളിൽ സിനിമ റിലീസിനെത്തും. ആളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, ബർത്ത്ഡേ സ്പെഷ്യലാണ്. ഒരു ബർത്ത്ഡേ വിഷസ് അങ്ങ് കൊടുത്തടാ, ചെറുക്കണം ഉഷാറാവട്ടെ. വീടേ നന്നായി വരൂ, നല്ല സിനിമകൾ ചെയ്യൂ, നല്ല സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യൂ. ഹാപ്പി ബർത്ത്ഡേ നല്ല ടീമാ, ഉപദേശിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറഞ്ഞപ്പോ. അടുത്തത് മാർക്കോ സിനിമയുടെ ഹിന്ദി ഡബിംഗ് റൈറ്റ്സ് വാം ഇന്ത്യൻ്റെ അതിൻ്റെ ഒരു പോസ്റ്റർ അടക്കം പങ്കുവച്ചിട്ടുണ്ട്. അല്ല, കിട്ടില്ല പോസ്റ്റർ കേട്ടോ. യെസ്, ആദ്യം ഫസ്റ്റത്തെ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ഇതൊക്കെ തോന്നിയായിരുന്നു, പക്ഷെ ഈ പോസ്റ്റർ അത് സ്റ്റൈലിനൊരു മാറ്റം ഉണ്ടാവില്ല, വേറെ ലെവലിൽ. അതൊരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ, അടുത്ത കിഴി ലെവൽ ക്രോസ്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ ഇവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ലെവൽ ക്രോസ്. സിനിമയുടെ ഓഡിയോ ലോഞ്ച് മെയ് 12 ലുലു മാളിൽ വെച്ച് നടക്കും, 8 മണിക്ക്. ഓക്കെ, ഒന്നുമില്ലടാ, ഞാൻ വെച്ചവൻ എന്ത് ചെയ്യാൻ പറ്റി. അർഫാസ് അയ്യൂബാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്, ജിത്തു ജോസഫ് പ്രസൻസ് ആണ് കേട്ടോ സിനിമ. കാര്യമൊന്നും പറയുന്നില്ല, അങ്ങ് പോവുക. ആരും അടുത്ത ആടുജീവിതം പോലെ ആകുമെന്ന് അറിഞ്ഞൂടാ. അടുത്ത കിഴി ഇതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ ഒന്നുണ്ടായിരുന്നല്ലോ, ഏതാണ്ടൊരു മരുഭൂമിയിലൊക്കെ നടക്കുന്നത്, അതേപോലെ തോന്നി. എന്തായാലും നോക്കാം. തലവൻ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, മെയ് 24. ജിസ് ജോയ് മൂവി. ടെർബോ ആയിട്ട് മുട്ടാനുള്ള പ്ലാൻ തന്നെയാണല്ലേ. ധൈര്യം അത് കാണിക്കണം. അതിന്റെ ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, സിനിമ നല്ലതാണോ അതാണ് ആ സാധനമാണ് വേണ്ടത്. അതായത് ഇവർ കുറേ ആയി മാറ്റി 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 വെക്കുന്നത്. എന്ന് റിലീസിന് പ്ലാൻ ചെയ്തതാ? അല്ല, കഴിഞ്ഞ മാസമായിരുന്നു, ഒറ്റ മാസം മാറ്റിയിട്ടുള്ളൂ. ഒരു മാസമായി, ഒറ്റ മാസം. അത് കഴിഞ്ഞ മാസമായിരുന്നു റിലീസ് ആദ്യം പ്ലാൻ ചെയ്തത്, അതിന്ന് മാറ്റി മെയിലേക്ക്. അപ്പോൾ എന്തായാലും അതായത് സിനിമ എപ്പോഴും വളരെ നല്ല അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഓടും. അതിനി എത്ര സിനിമ ഉണ്ടെങ്കിലും ആ സിനിമയൊക്കെ വിജയിക്കും. കാരണം ആദ്യമൊക്കെ ഒരു 50 കോടിയാണ് ഏറ്റവും വലിയ വിജയം അല്ലേ, അതെ, അതായത് സാമ്പത്തികപരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പോൾ അതായത് വമ്പൻ ക്ലാഷിൻ്റെ കൂടെ അതും 150ഉം 200 അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ 100 അടിക്കുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് വർഷങ്ങൾക്ക് ശേഷം സിനിമയും പിന്നെ ആവേശം സിനിമ ഒരു ദിവസം ഇറങ്ങിയതാണ്. ആവേശം 150 കോടി നേടി. അതേ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം 80 കോടി കഴിഞ്ഞു. അല്ല, അതാണ് നല്ലതാണെങ്കിൽ വിജയിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത കിഴി മന്ദാകിനി സിനിമയുടെ ഒരു വീഡിയോ സോങ് ഇന്ന് 6 മണിക്ക് വരുന്നുണ്ട്. ഡെഫ്സി പാടുന്ന പാട്ടാണ്. വട്ടയപ്പം സോങ് ആണ് വരുന്നത്. വട്ടയപ്പം എങ്ങനെ ഉണ്ടാവുമല്ലേ? പൊളിക്കൂലേ, തകർക്കണം. ഡബ്സിയും കൂടെ ആയതുകൊണ്ടേ ഒരു രക്ഷ ഉണ്ടാവില്ല, നല്ല വൈബ് അടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സാധനമായിരിക്കും. അതെ, അടുത്തത് സംഭവം തകർക്കും. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഗുരുവായൂർ അമ്പലനടയിൽ കിട്ടില്ല പോസ്റ്റർ. ഇതിലാരും വിജയിക്കും? ഇതിൽ വിജയിക്കാൻ പോകുന്നത് എന്താണെങ്കിലും പേര് മറന്നു. ബേസിൽ ജോസഫാണ്. ഞാൻ അത് ഓർമ്മ വരികയില്ല, ഒരു പേര്. ആളെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മനസ്സിൽ വരും, പക്ഷെ പേര് കിട്ടുക. ബേസിൽ ജോസഫിന്റെ ടീം വിജയിക്കും. യെസ്, അതെന്തായാലും അത് തന്നെയാണല്ലോ വിജയിക്കുള്ളൂ. അത് അവരുടെ കാര്യം, ഞാൻ ചോദിച്ചതല്ല. ഇതുപോലൊരു വലിയ നമ്മൾ തമ്മിലുണ്ട്, അന്ന് നമ്മൾ ഏതിന് പോകും? അപ്പൊ എന്തായാലും ആള് പൃഥ്വിരാജിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത കിഴി അന്ന് ഏതായിരുന്നു മറ്റത്? ഹൃദയഹാരിയാട്ടോ. എന്നെ വിടുന്നത് അത്ര ബുദ്ധിയല്ല, ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്തത് പുഷ്പ
പുഷ്പ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. കേരള റൈറ്റ്സ് ശ്രീ ഗോകുലം മൂവീസ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതല്ല കേട്ടോ, അപ്പാടെ കളി മാറ്റി കളിച്ച് വേറെ ടീം അവിടെ കയറിയിട്ടുണ്ട്. E4 Entertainments. യെസ്, ചെറിയ ടീമല്ല, വലിയ പുള്ളികളാണ്. എടുക്കട്ടെ തന്നെ. അതെ, അടുത്തത് ഓക്കെ. ഓഗസ്റ്റ് 15 സിനിമ റിലീസിനെത്തുന്നത് പുഷ്പ. ഗില്ലി ഗില്ലി സിനിമ റീ റിലീസ് ചെയ്തതിന്റെ കളക്ഷൻ 30 കോടി. അല്ല പിന്നെ ഇനി അടുത്തതും വരുന്നുണ്ടെന്നാട്ടോ കേട്ടത്. വില്ല്, അത് അതായത് വേണോ? വിജയന്റെ ബർത്ത്ഡേന്റെ ദിവസം. അല്ലേ, വില്ല് വേണോ? അത് പറയാൻ പറ്റൂല. എന്തായാലും ജൂൺ 21 ഓക്കെ, ബർത്ത്ഡേ അന്നാണ്. അടുത്ത കിഴി അല്ലേ, അന്ന് തന്നെയല്ലേ എന്ത് ദളപതി ഫാൻസ് കയറി പൊങ്കാല ഇടുവോ? എന്തിന് ബർത്ത്ഡേ ഒക്കെ മാറ്റി പറഞ്ഞതിന് നമുക്ക് പിന്നെ ശീലമായതുകൊണ്ട് വിഷയമില്ല. അളിയാ, നീ ഭാര്യ ഒന്നല്ലോ. അല്ല, അത് ശരി, ഇത് ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ ഞാൻ, അതൊരു പോയിന്റ് ആണ്. അല്ലേ, നമുക്ക് മമ്മൂട്ടീന്റെ ബർത്ത്ഡേ ഡേറ്റ് അറിയാം, മോഹൻലാലിന്റെ ബർത്ത്ഡേ ഡേറ്റ് അറിയാം. ഞാൻ ആ സമയങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ ഇപ്പൊ ഒന്ന് വേറൊരു മൂഡിലിരിക്കുമ്പോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറന്നു. മോഹൻലാലിന്റെ നമുക്ക് കാണാപാടാണ്. മെയ് 21 അത് അന്നും. മമ്മൂട്ടീന്റെ ഏതോ സെപ്റ്റംബർ 7 അറിയാം. അവരുടെ ഇത് നോക്കാം, ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം സെപ്റ്റംബർ 7 അല്ലേ, ഒരു 2ന്റെ വ്യത്യാസമുള്ളൂ. ഞാൻ 27, മമ്മൂട്ടി 7. അല്ല, നിങ്ങൾ തമ്മിൽ ഏജ് കൊണ്ട് വലിയ വ്യത്യാസം, ഏജ് കൊണ്ടും ലുക്ക് കൊണ്ടും ഞങ്ങൾ വ്യത്യാസമൊന്നുമില്ല. ബുദ്ധി മാത്രം പ്രശ്നമുണ്ട്. ഞങ്ങള് ഏജ് കൊണ്ടും ലുക്ക് കൊണ്ടും നീ എടുത്തു വെച്ചല്ലേ, ഇനി പറഞ്ഞാ പോലെ. എടുത്തു വെച്ചതായിരുന്നല്ലേ, ദൈവമേ. തുറന്നു എന്നൊക്കെ തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. കഥ പറയാൻ പോരുത്. അതിന്റെ ഇടയിൽ കൂടി ഒരു ജോലി ഏൽപ്പിച്ച് ആ ജോലി ചെയ്യണം. ലാസ്റ്റ് കിഴി തുറന്നിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. തുറന്നിട്ടില്ല, കിഴി വർത്താനൊക്കെ പറഞ്ഞ അവിടെ കൊണ്ട് വെച്ചു എന്നാണ്. ആണോ? ഉറപ്പില്ല, ഞാൻ എന്തായാലും പുതിയ എടുക്കുകയാണ്. പോക്കർത്തരായി പോട്ടെ, ഞാൻ എടുക്കേണ്ട കിഴിയാണ്. അതെന്തായാലും പോയി, സാറില്ല, പോട്ടെ. ഒത്തേട്ടാണ്. അടുത്തത് L360. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഞാൻ എടുക്കേണ്ടത് എടുത്തിട്ട് പോയി. L360 സിനിമയിൽ നമ്മുടെ നിഷാദ് യൂസഫ് ഓൺ ബോർഡ്. ഓക്കെ, എഡിറ്റർ നിഷാദ് യൂസഫ് വേറെ ലെവല്. ഓക്കെ, അടുത്തത് ടർബോ സിനിമയുടെ ട്രെയിലർ എന്ന് വരുമെന്നുള്ളത് ഭയങ്കര സംശയത്തിൽ നിൽക്കുകയാണ്. ആണല്ലോ. എന്താണെങ്കിലും മെയ് 10 മെയ് 15 ഉള്ളിലായിട്ട് ടർബോ സിനിമയുടെ ട്രെയിലർ പുറത്തു വരും. യെസ്, മിക്കവാറും 12, 13, 14 യെസ് ഉണ്ടാവും. യെസ്, 65 രാജ്യങ്ങളിലേറെ സിനിമ റിലീസിനെത്തോട്ടോ. 65 രാജ്യങ്ങളിൽ കൊണ്ടുപോലല്ലേ. പിന്നെന്താ? ഓക്കെ, അടുത്ത തഗ് ലൈഫ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. തഗ് ലൈഫിൽ നമ്മുടെ ജയം രവി ചെയ്യേണ്ടിയിരുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അതിലേക്ക് വേറെ ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. യെസ്, അശോക് ശെൽവൻ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പിന്നെ 2024 തന്നെ സിനിമ റിലീസ് എത്തുന്നു പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്കമാൽ, അതായത് നമ്മുടെ ഹാസൻ തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് വിടാമുയർച്ചി സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ജൂൺ 10 അസർബൈജാനിൽ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. അസർബൈജാനിലാണല്ലോ കൂടുതലും. അവിടെ എനിക്ക് തോന്നുന്നു നല്ല ഒഴിഞ്ഞ സ്ഥലമാണ് തോന്നുന്നു. അല്ല, അവിടെ എന്തോ ഇഷ്യൂ കാരണം കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതാ കാറ്റും മഴയും കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സ്ഥലം അതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതായത് ഇങ്ങനത്തെ പരിപാടികൾക്ക് റൈസിങ്ങും മറ്റേ ചേസിങ്ങും അങ്ങനത്തെ സംഭവത്തിനൊക്കെ ചെറിയ കളിയൊന്നും അല്ലല്ലോ. ഓക്കെ, എന്തായാലും ക്ലൈമാക്സിലെ ഫൈറ്റ് പോർഷൻസ് ഈ ഒരു ഷെഡ്യൂളിൽ അസർബൈജാനിൽ വെച്ച് നടക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വേറെ എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഹമ്മറ മറിച്ചിട്ടത്, ഇപ്രാവശ്യം എന്താണോ മറിച്ചിടാൻ പോണേ. എന്തായാലും ശ്രദ്ധിക്കുക, സേഫായിട്ട് പരിപാടികൾ ചെയ്യാം. ഓക്കെ, അടുത്ത കിഴി LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. നമ്മുടെ അർജുൻ ദാസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതായത് നമ്മുടെ റോളക്സിൻ്റെ സ്റ്റാൻഡ് അലോൺ മൂവി നമ്മുടെ ലോകേഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റൊരു സിനിമയും ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ ലിയോ സിനിമയിലെ ലിയോ ദാസിൻ്റെ കഥാപാത്രമല്ലേ, ആ കഥാപാത്രത്തിൻ്റെ സ്റ്റാൻഡ് അലോൺ മൂവി. നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നല്ലാണ്ട് ലിയോ 2ാം ഭാഗം ഉണ്ടാവുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ പറഞ്ഞു. 2ാം ഭാഗം എന്ന് പറയാൻ പറ്റൂല, വെറുതെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ലിയോദാസിന്റെ ക്യാരക്ടറിന്റെ സ്റ്റാൻഡ് അലോൺ മൂവി, അതായത് ആ യൂണിവേഴ്സിലൊന്നും പെടാതെ ആളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു സിനിമ, ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരട്ടെ. യെസ്,
എമ്പുരാൻ. എന്താ എന്താ എക്കോയാണോ? ഹേയ്, എമ്പുരാൻ സിനിമയുടെ റിയലൈസ് ചെയ്യാണ്. ആണ് എമ്പുരാൻ സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ മെയ് 16 ആ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. ഓക്കെ അപ്പോൾ കേരളത്തിലെ ഫസ്റ്റത്തെ ഷെഡ്യൂൾ ഓക്കെ. അതാണ് തിരുവനന്തപുരത്ത് മെയ് 16. മെയ് 16 പൃഥ്വിരാജ് ഭയങ്കര ഹാപ്പിയിലായിരിക്കും. മെയ് 16 ഗുരുവായൂർ അമ്പലനടയിൽ വരുന്നു, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നു, സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. വലിയ ഹിറ്റ് ആവുന്നു. ഓ എന്താ ഷൂട്ടിന്റെ ഇടയിൽ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, എന്തായി? സൂപ്പർ. ആ ഓക്കെ. ആ പോരാതിന് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്. ആ അതെ. അപ്പോൾ എന്തായാലും ഫുൾ ഹാപ്പിയിലായിരിക്കും ആള്. ഹാപ്പി ആവട്ടെ. ആ ഹാപ്പിയോട് കൂടിയിട്ട് തന്നെ നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു സിനിമ കൊണ്ട് തരട്ടെ. അതെ, അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പോവാണ്, ലോൺ എടുക്കാൻ. പിന്നെ തീർച്ചയായിട്ടും എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. യെസ്, ബൈ.